ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കല്യാണമുണ്ട്, അതേപോലെ തന്നെ ഒരു ഈദ് ഷോപ്പിങ്ങിനും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കല്യാണത്തിന് പോയിട്ട് നമ്മൾ നേരെ ഈദ് ഷോപ്പിങ്ങിന് പോകുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കല്യാണത്തിന് പോകാൻ ഞാൻ റെഡി ആവുമായിരുന്നു. ആദ്യം തന്നെ സ്കിൻ കെയറിലൂടെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ സിറം യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലിപ് ബാം ഇട്ടെടുത്തു. അപ്പോൾ നമ്മൾ പിന്നെ ലാസ്റ്റ് ലിപ്സ്റ്റിക് ഇടുമ്പോഴേക്കും ലിപ്പ് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ ലിപ് ബാം ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. ഇതൊക്കെ ഞാൻ ഒരുപാട് വട്ടം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനിതിൻ്റെ പേരൊന്നും പറയണില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. നമ്മൾ നല്ല പേരും വെയിലത്താണല്ലോ പോകണത്, അതുകൊണ്ട് സൺസ്ക്രീൻ മസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്നിടുന്നത് ഒരു റാണി പിങ്ക് സൽവാർ സ്യൂട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബ്രൈറ്റ്, അതായത് ഐസും ലിപ്സൊക്കെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ആട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു, കാരണം ഈ പ്രൊഡക്റ്റൊക്കെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് ആദ്യം തന്നെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ഫൗണ്ടേഷൻ ആട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ഫേസ് ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്നും പറയുന്നത് പോലെ ബ്യൂട്ടി ബ്ലെൻഡർ ഞാനൊന്ന് വെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ പെട്ടെന്ന് ബ്ലെൻഡായി കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മാൾസിൻ്റെ ഒരു കൺസീലർ യൂസ് ചെയ്തു. ഞാൻ കൺസീലർ വളരെ കുറച്ചാട്ടോ യൂസ് ചെയ്ത്. കണ്ണിൻ്റെ അടിയിൽ ചെറിയൊരു ഡോട്ട് പിന്നെ ഒരു ഡാർക്ക് സ്പോട്ടാണ് ഞാൻ കറക്റ്റ് ചെയ്തത്. കാരണം എന്നെയും കാട്ടി ഒരു ഷെയ്ഡ് കുറവാണ് കൺസീലറിൻ്റെ ഷെയ്ഡ്. അതുകൊണ്ട് ഞാൻ കുറച്ചാട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നന്നായിട്ട് ഞാൻ കൈ വെച്ചിട്ടാണ് കൺസീലർ ബ്ലെൻഡ് ചെയ്തെടുത്തത്. ഇനി നേരെ ഐ മേക്കപ്പ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഐസിന് കൊടുക്കണതെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡിൽ ഐ ഷാഡോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് ആട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കുറച്ച് ലിപ്സ്റ്റിക് എടുത്തിട്ട് കണ്ണിൻ്റെ മേലെയും അടിയിൽ ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്തൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഐലൈനർ ആട്ടോ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം ഞാൻ ജസ്റ്റ് വിങ് ലൈൻ വരയ്ക്കാനാണ് വിചാരിച്ചത്. പിന്നെ വരച്ച് വന്നപ്പോൾ വിങ് ലൈനൊക്കെ പോയിട്ട് അത്യാവശ്യം ബോൾഡായിട്ട് വന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലാന്ന്, അങ്ങനെ ഫുൾ ഞാൻ വരച്ചെടുത്തു. നെക്സ്റ്റ് പിന്നെ മസ്കാര ആട്ടോ യൂസ് ചെയ്യണത്. പിന്നെ ആ ബ്രഷിലുണ്ടായിരുന്ന കുറച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്തത്. പക്ഷെ ചെറുതായിട്ടൊന്ന് പാളി, കാരണം ചെറുതായിട്ടൊന്ന് ബോൾഡായിപ്പോയി. കാരണം എനിക്ക് ഐബ്രോസ് ഫിൽ ചെയ്യാൻ തീരെ ഇഷ്ടമല്ല. ഞാൻ ചെറുതായിട്ട് ഫിൽ ചെയ്തിട്ട് തന്നെ അപ്പം പിള്ളേച്ചൻ്റെ ലുക്ക് വരും. അതുകൊണ്ട് ഞാൻ പിന്നെ അവസാനം ടിഷ്യൂ ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഫുള്ള് തുടച്ചെടുത്തു. എന്നിട്ടും എനിക്ക് എന്തോ ഒരു പോലെ ഫീൽ ചെയ്തു. പക്ഷെ വീഡിയോയിൽ ഭയങ്കര ബോറുണ്ട്, പക്ഷെ നേരിട്ട് ഇത്ര ബോറുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബ്ലഷ് യൂസ് ചെയ്തു. എനിക്ക് ബ്ലഷ് യൂസ് ചെയ്യാൻ തീരെ ഇഷ്ടമല്ല, എന്താ അറിയില്ല. എന്നാലും നമ്മളൊരു പിങ്കി മേക്കപ്പ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ബ്ലഷ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്തു. ജസ്റ്റ് നോസിൽ മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നേരെ ലിപ്പിലോട്ട് കടന്നു ഒരു ലിപ്പ് ലൈനർ യൂസ് ചെയ്ത് ലിപ്പ് ഫുള്ള് ഫില്ല് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തു. ഞാൻ എന്നും യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ഇതാട്ടോ. പിന്നെ അത് ആ മേക്കപ്പ് ഫുള്ള് കഴിഞ്ഞു. ഇനി മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്തിട്ട് ഫുള്ളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്താൽ മേക്കപ്പ് ഓൾ സെറ്റ്. ഇനി നമുക്ക് നേരെ കല്യാണത്തിന് പോവാം. അങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഓഡിറ്റോറിയത്തേക്ക്. അങ്ങനെ നമ്മളിത് അവിടെ എത്തി. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ചൂടെടുത്തിട്ട് നമ്മൾ നേരെ മേലെ വന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഷോപ്പിംഗ് ഉണ്ട് പറഞ്ഞല്ലോ. നമ്മൾ കല്യാണത്തിന് പോയ അവിടുത്തെ ഷോപ്പുകളിലൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയതാണ്. പക്ഷെ അവിടെ പോയപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ അടിപൊളി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിങ്ങനെ കരുതി വെച്ചൊരു സാധനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്നൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു ഷോപ്പിൽ പോയി. അവിടെ നിന്ന് എനിക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഷെയ്ഡ് എൻ്റെ അടുത്ത് കുറേ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനിത് എടുത്തില്ല. ഇത് പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോസ് ആട്ടോ. കാരണം എനിക്ക് ആ കല്യാണ ദിവസം നമ്മൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 3 ദിവസം എക്സാം ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ 3 ദിവസം കഴിഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഷോപ്പിലേക്ക് പോയി. അവിടെ പോയപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഡെമ്മിയിലൊക്കെ ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ നമ്മൾ ഓരോന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പോയപ്പോഴാണെങ്കിലോ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം മൂല എടുത്തു വരുന്നത് ഫുള്ളി കോട്ടൺ ടൈപ്സൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമായില്ല. പിന്നെ ഇത് എനിക്ക് കുഴപ്പമില്ലാണ്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഷെയ്ഡും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. എന്തോ എനിക്ക് ഈ ഷെയ്ഡ് എനിക്ക് അത്ര ചേരാത്ത പോലെ ഫീൽ ചെയ്യും.
പിന്നെ ഞാൻ അവസാനം എടുത്തത് എല്ലാവരും എടുക്കുന്നൊരു സ്റ്റോറിലോട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് കുറച്ച് ജ്വല്ലറി ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ കുറേ റിങ്സും കഫ് ബാങ്കുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇതിനിടാനുള്ള ഒരു ഹീൽസ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഹീൽസ് വാങ്ങി. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനേ ഞാൻ മറന്നുപോയി. പിന്നെ പോണ വഴിയിൽ നമ്മളൊരു മസാല സോഡയും കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി. പിന്നെ നമ്മൾ പോണ വഴി അങ്ങനെ അൽഫാം മന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മന്തിയൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം ചെറുതായി ഒന്ന് അവസാനിപ്പിച്ചിരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.